السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله العلي العظيم. സ്നേഹാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രമിക്കുന്ന പ്രിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവർണ്ണീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും ഏതാണ്ട് 23 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിശ്രമ പരിശ്രമങ്ങൾക്ക് പരിഹാരമായും ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അന്തസ്സും അഭിമാനവും നൽകിയ ഒരു അധ്യായമാണ് സൂറത്തു നസ്ർ. ഈ അധ്യായം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലാണ് അവതീർണമാകുന്നത്. മക്കം ഫത്ഹിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ അധ്യായം അവതീർണമാകുന്നത്. മക്കം ഫത്ഹ് നടക്കുന്നത് ഹിജ്റ 8-ാം വർഷം റമളാൻ മാസത്തിലാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, തഫ്സീർ ഖുർത്തുബി അടക്കമുള്ള ഇമാം റാസിയുടെ തഫ്സീർ കബീർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അവിടെ ഫത്ഹ് കൊണ്ടുള്ള ഉദ്ദേശം ഈ ഫത്ഹ് മക്ക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശ്രമങ്ങൾക്ക് പരിഹാരമായി അള്ളാഹുവിന്റെ സഹായവും നബി തങ്ങൾക്ക് വന്നെത്തുമ്പോൾ, മക്കം ഫത്ഹ് വന്നെത്തുമ്പോൾ, വറഅയ്ത الناس يدخلون في دين الله أفواجا, അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകുന്നത് നബിയെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ فسبح بحمد ربك واستغفره إنه كان توابا. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ആദ്യകാലത്തൊക്കെ പ്രതിരോധമായുള്ള ചിന്തയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. നമുക്ക് കാണാം ഫിഖ് ഗ്രന്ഥങ്ങളിൽ സ്വലാത്തുൽ ഖൗഫിനെ കുറിച്ച് എത്രത്തോളമാണ് ചർച്ച ചെയ്തിട്ടുള്ളതെന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും ഒരു നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പോലും ശത്രുക്കൾ സമ്മതിക്കാതെ വന്നപ്പോൾ ഈ അധ്യായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിടയിൽ മദീനയിൽ വെച്ച് പാരായണം ചെയ്തപ്പോൾ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുകൾ ഫഫരിഹു വസ്തബ്ശിറു, അവിടുന്ന് സന്തോഷങ്ങൾ പ്രകടമായി. പക്ഷേ മഹാനായ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മാ യുബ്കീക യാ അം, ഓ എളാപ്പ എന്തിനാണ് അങ്ങ് കരയുന്നത്? മഹാനവർ പറയാണ്, നുഅയ്യതീനക നഫ്സുക, അങ്ങയുടെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയുടെ സൂചനയാണല്ലോ നബി അങ്ങ് ഇവിടെ പാരായണം ചെയ്തത്. ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് തഫ്സീർ കബീർ അടക്കം ഹാശിയത്ത് സ്വാവി അടക്കം അവിടെ നിന്ന് പറയുന്നതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇദാ തമ്മ ശൈഉൻ ബദാ നഖ്സുഹു توقع زوالا إذا قيل تما إذا تم شيء,
ഒരു വസ്തുവിന്റെ വളർച്ച പൂർത്തിയായാൽ അതിന്റെ അപൂർണതയ്ക്ക് ഇങ്ങോട്ട് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തവക്കഅൻ, ഏത് അനുഗ്രഹവും നീങ്ങിപ്പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇദാ ഖീല തമ്മാ, അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 കൊല്ലത്തിന്റെ അവിശ്രമ പരിശ്രമങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ അധ്യായം ഇറക്കുകയാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അതേ ജുഹഫയിൽ വെച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയെ നോക്കിക്കൊണ്ട് മനസാന്തരം നൊമ്പരപ്പെടുമ്പോൾ അല്ലാഹു തആല ആശ്വാസമായ ഖുർആൻ ഇറക്കുകയാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. നബിയെ, തങ്ങളുടെ മേൽ ഖുർആൻ ഇറക്കിയതാരാണോ ആ റബ്ബ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നതാണ്. അതാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. പ്രിയമുള്ളവരെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അറബി തങ്ങൾ അടക്കമുള്ള തഫ്സീർ ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ കഴിയാം. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട്, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മറ്റൊരു ജാബിർ എന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ജനങ്ങളുടെ അവസ്ഥ? അതേ എല്ലാ ഖിലാഫിലും ഫിർഖത്തിലുമായി പോവുകയാണല്ലോ. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ യദ്ഖുലൂ ഫീ ദീനില്ലാഹി അഫ്വാജാ വസയഖ്റുജൂന മിൻ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഒഴുകിയെത്തും. അതുപോലെ തന്നെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ലേ പ്രിയമുള്ളവരെ? ദിനനെ എത്ര പേരാണ് യുക്തിവാദികളായി മാറുന്നത്, ഇസ്ലാമിനെതിരായി പോകുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിനെതിരായി ചെയ്യുന്നത്. ഈ അധ്യായം ഇറങ്ങിയതിനു ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിസ്കാരത്തിന് ശേഷം എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, തസ്ബീഹ് ചൊല്ലാറുണ്ട്, ഹംദ് മൊഴിയാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അല്ലാഹുമ്മ ഫഗ്ഫിർ ലീ. ആരാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും നേതാവായ ഹബീബായ റസൂലുള്ളാഹ്, കരുണ കഷ്ണമായ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഅ്ശറയിൽ നമുക്ക് ശഫാഅത്ത് നൽകുന്ന നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ
ഹബീബായ തങ്ങളാണ് നടത്തിയെങ്കിൽ ദിനനെ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് സലാം വീട്ടിയതിനു ശേഷം മനസ്സറിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നവരെത്രയാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന സമയം നാളെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതേ ദിക്റിലായി കൂടണം. ഈ അധ്യായം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ? അതേ ഇസ്ലാമിന് അന്തസ് വന്നു കഴിഞ്ഞു, ഇസ്സത്ത് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആത്മീയതയിൽ കൂടി കഴിയണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനനെ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ നിമിത്തങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല, അത് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് മാതൃക കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്ര നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം. ആ ഹബീബിനെ ഇത്തിബാ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.